ജീപ്പ് ബ്രാൻഡിൽപ്പെട്ട ഒരു വാഹനത്തിൻ്റെ റിയർ ഡിഫറൻഷ്യൽ കേസിംഗ് ആണിത്. ഇത് ഒരു ഗറാഷിലിരിക്കേണ്ട ഐറ്റമാണ്, പക്ഷേ ഇത് ഇരിക്കുന്നത് ഇപ്പോൾ ഒരു സ്കൂട്ടറിൻ്റെ ലോഡിംഗ് സ്പേസിലാണ് ഇരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഈ ഒരു ഐറ്റം കമ്പനികളെ സംബന്ധിച്ചിടത്തോളം ഓയിൽ സീലിൻ്റെ കംപ്ലൈൻ്റ് ആണ്, പക്ഷേ കമ്പനിയിൽ ഈ ടോട്ടൽ ഐറ്റം റീപ്ലേസ്മെൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഉണ്ടാക്കാനുള്ള ടൂളുകളൊന്നും തന്നെ മാർക്കറ്റിൽ അവൈലബിൾ ആവാൻ സാധ്യതയില്ല. പൊതുവെ ജീപ്പ് ഒരു വളരെ കുറവ് ഉള്ള ഒരു ഐറ്റം ഇതിൻ്റെ പ്രീമിയം സെഗ്മെൻറ്റിൽ വരുന്നത്. അതുകൊണ്ടും ഈ ടൂളുകൾ അധികം ലോക്കൽ മാർക്കറ്റിൽ കിട്ടുകയില്ല. അപ്പോൾ ഇത് നമ്മുടെ ഈ ടെക്നീഷ്യനോട് വെച്ചാൽ പുള്ളി എറണാകുളം മുഴുവൻ കറങ്ങി നടക്കുകയാണ്. അങ്ങനെ ഞങ്ങളുടെ മാമംഗലത്തെ ഷോപ്പിൻ്റെ അവിടെയും വന്നപ്പോഴാണ് ഇത് ഞങ്ങൾ കാണുന്നുണ്ടായത്. അപ്പോൾ അത് പുള്ളി കണ്ടുപിടിച്ചു. പിന്നെ വൈകുന്നേരം ആയപ്പോഴത്തേക്ക് നമ്മൾ 40 നമ്മൾ കണ്ടുപിടിച്ചെങ്കിൽ പുള്ളി അത് സാധനം കണ്ടെത്തി. അപ്പോൾ ഇത്തരം വർക്കുകൾ നമ്മൾ വരുമ്പോൾ ഈ കസ്റ്റമർ നമ്മൾ ഈ അനുഭവിക്കുന്ന യാതനകളൊന്നും മനസ്സിലാക്കുന്നില്ല. അവരെ സംബന്ധിച്ചിടത്തോളം സീല് മാറി കിട്ടുന്നത് മാത്രമേ ഉള്ളൂ. ഒരു ടെക്നീഷ്യൻ അനുഭവിക്കുന്ന അല്ലെങ്കിൽ ആ ഗറാഷ് അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ കസ്റ്റമറെ നമ്മൾ ബോധ്യപ്പെടുത്തേണ്ട ചുമതല നമുക്കുണ്ട്. എന്തെന്നാൽ പേയ്മെൻറ്റിൻ്റെ സമയത്ത് കസ്റ്റമർ ഓയിൽ സീൽ മാറിയ ഒരു സന്ദർഭം മാത്രമേ അയാളുടെ മുമ്പിലുള്ളൂ. നമ്മളതിനു വേണ്ടി എടുത്ത എഫേർട്ടും നമ്മളതിനു വേണ്ടി മുടക്കിയ പണത്തിനെ പറ്റിയൊന്നും അയാൾ ഒരിക്കലും ബോധ്യമല്ല. ഇതിന് വാങ്ങിയ ടൂൾസൊന്നും നമുക്ക് ചിലപ്പോൾ സമീപകാലങ്ങളിൽ ഉപയോഗം പോലും വരില്ല. അപ്പോൾ സർവീസ് സെൻ്ററിലൊന്നും ഇത് നടക്കില്ല, കാരണം അവർ അതിൻ്റേതായ പൈസ ആ രീതിയിൽ മേടിക്കും. നമ്മൾ ലോക്കൽ ഗറാഷുകൾ എപ്പോഴും ഇത്തരം കാര്യങ്ങളിൽ പിന്നോക്കാണ്. ഇത് മാറിയേ പറ്റും.